ഒരു പാർക്കിലെ ആകാശത്തിലൂടെ ആർത്തുല്ലസിച്ച് പാറി പറന്നു കളിക്കുകയാണ് 7 പട്ടങ്ങൾ. ഏറ്റവും മുകളിലായി ചുവപ്പും അതിന്റെ താഴെയായി മറ്റു കളറിലുള്ള പട്ടങ്ങളും. കാണാൻ തന്നെ മഴവിൽ പോലെ നല്ല ഭംഗിയാണ്. ഇത് കാണാൻ വേണ്ടി നിറയെ ആളുകളും വരും. അങ്ങനെ മഴവില്ലഴകിൽ പാറിപ്പറന്ന് നടക്കുന്നതിനിടെ മുകളിലുള്ള ചുവപ്പ് പറഞ്ഞു, ഞാൻ ഉയരത്തിൽ പറക്കുന്നത് കൊണ്ടും എന്റെ നിറത്തിന്റെ ഭംഗി കൊണ്ടുമാണ് ഇത്രയും ആളുകൾ വരുന്നത്. ഇത് കേട്ട മറ്റു പട്ടങ്ങളെല്ലാം പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ചുവപ്പ് ദേഷ്യത്തില് പറഞ്ഞു, എന്റെ കീഴിലാണ് നിങ്ങൾ ഉള്ളത്, എന്റെ തണലിലാണ് നിങ്ങൾ നിൽക്കുന്നത്, ഞാനുള്ളത് കൊണ്ടാണ് ജനങ്ങൾ കാണാൻ വരുന്നത്. ഇത് കേട്ട മറ്റു പട്ടങ്ങൾക്ക് ദേഷ്യം വന്നു. അവരെല്ലാവരും ഉയരങ്ങളിൽ എത്താൻ വേണ്ടി ശ്രമിക്കുകയും പട്ടങ്ങൾക്കിടയിൽ ഭിന്നത വരികയും അവസാനമുണ്ടായ നീലയും വയലറ്റും അടികൂടുകയും വയലറ്റിന്റെ നൂൽ പൊട്ടുകയും ചെയ്തു. നൂൽ പൊട്ടിയ വയലറ്റ് കാറ്റിന് അനുസരിച്ച് ഉയരങ്ങളിലേക്ക് പറന്നു ചുവപ്പിനെയും കടത്തി മുകളിലെത്തി. ഇതുകണ്ട നീലയും നൂൽ പൊട്ടിച്ച് കാറ്റിന്റെ ദിശയനുസരിച്ച് വയലറ്റിനെ പോലെ ഉയരത്തിലെത്തി. നീലയ്ക്ക് പിന്നാലെ മറ്റു പട്ടങ്ങളും നൂൽ പൊട്ടിക്കുകയും ഉയരങ്ങളിലെത്തുകയും ചെയ്തു. ഉയരങ്ങളിലെത്തിയ പട്ടങ്ങൾ ചുവപ്പിനെ കളിയാക്കി. ആ ദേഷ്യത്തിൽ ചുവപ്പും നൂൽ പൊട്ടിച്ച് ഉയരങ്ങളിലേക്ക് പറന്നു എല്ലാവരുടെയും ഒന്നിച്ചെത്തുകയും ചെയ്തു. പെട്ടെന്ന് കാറ്റിന്റെ ദിശ മാറുകയും പട്ടങ്ങളെല്ലാം മൂക്കും കുത്തിനിലും പതിക്കുകയും ചുവപ്പ് മരച്ചില്ലകളിൽ കുടുങ്ങുകയും ചെയ്തു. മരച്ചില്ലയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിക്കുന്നില്ല. അപ്പോഴാണ് മറ്റൊരു പട്ടം ശ്രദ്ധയിൽപ്പെട്ടത്, വെളുത്ത പട്ടം. ചുവപ്പ് പട്ടം വെളുത്ത പട്ടത്തോട് ചോദിച്ചു, ആരാണ് നീ? നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? വെളുത്ത പട്ടം പുഞ്ചിരിച്ച് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിട്ട് 2 ദിവസമായി. നീയും എന്നെ പോലെയാണ്. ചുവപ്പ് ചോദിച്ചു, എന്നെ പോലെന്ന് വച്ചാൽ? വെളുത്ത പട്ടം പുഞ്ചിരിയോടെ മറുപടി നൽകി, ഞങ്ങൾ എല്ലാവരും ഒരുപോലെയാണ്. രാവിലെ പറക്കണമെന്ന മോഹത്തിൽ പറക്കാൻ തുടങ്ങുന്നു. പറന്നു തുടങ്ങി കുറച്ചു കഴിയുമ്പോൾ ഉയരങ്ങളിലെത്തണം. ഉയരങ്ങളിലെത്തിയാലോ താഴെയുള്ളവരെ കാൽച്ചുവട്ടിലാക്കണം. ഇതിനിടയിൽ പറക്കണമെന്ന ആഗ്രഹം വിട്ടുപോകുന്നു. അപ്പോഴേക്കും ജീവിക്കാൻ മറന്ന് മൂക്കും കുത്തി താഴേക്ക് വീഴുകയും 2 ദിവസം കൊണ്ട് നിറം മാറി വെളുക്കാൻ തുടങ്ങും. ഈ മണ്ണ് നമ്മളെ തിന്നു തുടങ്ങും. ഇത് കേട്ട ചുവപ്പ് പട്ടം കരയാൻ തുടങ്ങി. അടുത്ത ദിവസം വീണ്ടും പാർക്കിലെ ജീവനക്കാർ പുതിയ പട്ടങ്ങളുമായി വന്ന് പറപ്പിക്കാൻ തുടങ്ങി. ഇത് തന്നെ പിന്നെയും ആവർത്തിച്ചു.